ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ നല്ലൊരു അച്ചാറിൻ്റെ റെസിപ്പി ഉണ്ട്. അതുകൂടാതെ ചെറിയൊരു ഔട്ടിങ്, ഒരു ചെറിയൊരു വ്ലോഗ് ടൈപ്പ് വീഡിയോയാണ് ഇത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇതിപ്പോൾ ഒരു ദിവസം സ്റ്റാർട്ടിങ് മുതലുള്ളതുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റിട്ട് സിയയ്ക്കുള്ള പാൽ ആദ്യം തന്നെ തീയൽ വെച്ചു. പിന്നെ തലേന്നത്തെ ചിക്കൻ കറി കുറച്ചുണ്ടായിരുന്നു, അത് അന്നേരം എടുത്ത് ചൂടാക്കി വെക്കും. ഇവിടുത്തെ ഈ ചൂടിന് ഇത് ചൂടാക്കി വെച്ചില്ലെന്നാണെങ്കിൽ അന്നേരം ചീത്തയായിപ്പോവും. അപ്പോൾ പിന്നെ ഡിന്നറിന് കുറച്ച് പാത്രങ്ങൾ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടെ ആ വഴിക്ക് തന്നെ ഒന്ന് വാഷ് ചെയ്ത് അത് റെഡിയാക്കി വെച്ചു. പിന്നെ ഇന്നലെ തന്നെ ഞാൻ ഇഡ്ഡലിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മളുടെ മറ്റേ റവ ഇഡ്ഡലി ഇല്ലേ, റവ ഇഡ്ഡലി പോലെ ഉള്ള സാദാ ഇഡ്ഡലി, അതായത് അരിയും കൊണ്ടുള്ള ഇഡ്ഡലി തന്നെ. അന്നേരത്തേക്കും പാലിവിടെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു. നേരത്തേക്കും കറിയും ഒന്ന് ചൂടായി. ഇനിയിപ്പോൾ ഇഡ്ഡലിക്ക് ഒന്ന് ഒഴിച്ചു വെച്ചാൽ മതി. പിന്നെ രാവിലെ സിയ എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ഞാൻ അവൾക്ക് പാലും പിന്നെ പാലിൻ്റെ അകത്ത് പനങ്കൽക്കണ്ടം ഇല്ലേ, ഇത് പനങ്കൽക്കണ്ടം ഇട്ടിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പഞ്ചസാര ഞാനങ്ങനെ കൊടുക്കാറില്ല. പിന്നെ ഉള്ളത് അവൾക്ക് ഒരു പാത്രത്തിൽ കുറച്ച് പാൽ മാറ്റി വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് സെറിയൽസ് ഇട്ട് കൊടുത്തിട്ട് ഇതാണ് അവൾക്ക് വേറൊരു ഫുഡ് കൊടുക്കുന്നത്. ഇത് കഴിച്ച് എഴുന്നേറ്റ ഉടനെ ഇത് കൊടുക്കും. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ മറ്റേ നമ്മുടെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അത് കൊടുക്കുന്നത്. പിന്നെ പനങ്കൽക്കണ്ടം ഇട്ടാലുണ്ടല്ലോ, അത് അന്നേരം അരിച്ചിട്ട് വേണം പാൽ കൊടുക്കാൻ. അതിൻ്റെ അകത്ത് എപ്പോഴും എന്തെങ്കിലും കരടും പൊടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഇതും കൊണ്ട് വെച്ച് അവളൊന്ന് ഭക്ഷണം കഴിച്ച ശേഷമാണ് ഞാൻ പിന്നെ ഇഡ്ഡലിക്ക് വേണ്ടിയിട്ട് ഒഴിച്ചു വയ്ക്കുന്നത്. എൻ്റെ കയ്യിൽ ഇഡ്ഡലിത്തട്ടെന്ന് പറഞ്ഞാൽ ഈ തട്ട് മാത്രമായിട്ട് ഇവിടെ വാങ്ങാൻ കിട്ടും. ലുലുന്ന് ഞാൻ വാങ്ങിയതാണ്. ഇങ്ങനെ തട്ട് മാത്രമുണ്ട്. അന്നേരം അത് വലിയൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ അകത്ത് ഇഡ്ഡലി ഒഴിച്ചെടുക്കാം. കാരണം അല്ലാണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ഇഡ്ഡലിത്തട്ടായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. കാരണം ഒന്നാമത് നമ്മുടെ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ഥലം കുറച്ച് കുറവാണ് കിച്ചണിലൊക്കെ സാധനങ്ങൾ വെക്കാനൊക്കെ. അപ്പോൾ പിന്നെ അതൊരു പാത്രം സെപ്പറേറ്റ് തന്നെ വെക്കാൻ വേണ്ടിയിട്ട് അതിന് വേറെ സ്പേസ് കണ്ടുപിടിക്കണം. അതിലും ഭേദമാണ് ഇങ്ങനെ. പിന്നെ ഇത് അത്യാവശ്യം വലിയ കുക്കറിൻ്റെ അകത്തും ഇത് നമുക്ക് വേണമെങ്കിൽ ഇറക്കി വെക്കാം. ഈ പാത്രം വരുന്നതിന് മുമ്പ് ഞാൻ കുക്കറിൻ്റെ അകത്ത് ഇറക്കി വെച്ചിട്ടായിരുന്നു ഇഡ്ഡലി ആക്കിക്കൊണ്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് ആവി കയറി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഇഡ്ഡലി റെഡിയായി. പിന്നെ ഇടയ്ക്ക് വന്ന് നോക്കണം വെള്ളം വറ്റി പോകുന്നുണ്ടോയെന്ന്. അങ്ങനെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറച്ച് എനിക്ക് ചായ കുടിക്കാൻ തോന്നി. അപ്പോൾ പിന്നെ ഞാൻ ജസ്റ്റ് ചായക്ക് വെള്ളം വെച്ചതാണ്. പിന്നെ ഞാൻ ആ ഇഡ്ഡലിനെക്കുറിച്ച് പറഞ്ഞു തന്നത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ഞാൻ ഇഡ്ഡലി എങ്ങനെയാണെന്ന് വെച്ചാൽ, പുട്ടിൻ്റെ പൊടിയില്ലേ, ഞാൻ റെഡിമെയ്ഡ് പുട്ടുപൊടി വാങ്ങിയിട്ട് ഉഴുന്നും ഉലുവയും കൂടെ വെള്ളത്തിലിട്ടിട്ട് അത് അരച്ചെടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് പുട്ടുപൊടി ഇട്ട് കുഴച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചാക്കിയാണ് എടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അച്ചാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ചട്ടിയിലാണ് വെക്കുന്നത്, മൺചട്ടിയിൽ. അതിന് വേണ്ടിയിട്ട് ഒരു 3 സ്പൂണ് കടുകും 1 സ്പൂൺ ഉലുവയും 1 സ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകമില്ലേ, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ഫ്രൈ ചെയ്യണം. നന്നായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും അതൊരു ഇടികല്ലിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടത് പൊടിച്ചെടുക്കുക. ഇനിയിപ്പം മിക്സിയിലാണ് പൊടിക്കുന്നതെങ്കിൽ അതും ആകാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഒരു തരിതരിപ്പായിട്ട് പൊടിച്ചെടുക്കാൻ വേണ്ടി അതിൻ്റെ അകത്ത് തന്നെയാണ് പൊടിച്ചത്. എന്നിട്ട് പിന്നെ ആ ചട്ടി ഓൾറെഡി ചൂടാണല്ലോ, അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. അല്ലെന്നാണ് നല്ലെണ്ണയാണെങ്കിലും ഒഴിക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനൊരു 3-4 തുടം വെളുത്തുള്ളി എടുത്ത് ക്ലീനാക്കി വെച്ചതാണ് ഇത്. അത് ഒന്നിട്ട് കൊടുത്തു. ഒത്തിരി വലിയ കഷ്ണങ്ങളാണെങ്കിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം. എന്നിട്ടൊരു 2 ഇഞ്ച് വലിപ്പമുള്ള വലിയൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ട് അതും ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റണം. അതായത് ബേസിക്കായിട്ട് ഇതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ, അത് ഇതിന് കംപ്ലീറ്റ് പോകണം. അത് പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. വഴറ്റി കൊടുത്തിട്ട് ഞാൻ ഇടുന്നത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. ഇതിന് വേണ്ടുന്ന നെല്ലിക്ക ഞാൻ ശരിക്കും ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചായിരുന്നു. ഇതിപ്പം ഇതിൻ്റെ അകത്തോട്ട് പൊടികൾ ഇടാനുള്ള സമയമായി. അന്നേരത്തേക്കും ഞാൻ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 3 സ്പൂണ് മുളക് പൊടി. ആ മുളക് പൊടിയുടെ കണക്ക് നമുക്ക് വേണമെങ്കിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. കാരണം ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഞാൻ ശരിക്കും നെല്ലിക്ക റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, നെല്ലിക്ക ഒന്ന് നന്നായിട്ട് പുഴുങ്ങി ഒരു 10 മിനിറ്റ് ആവിയിലാണ് വേവിച്ചത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഉപ്പും ആവശ്യത്തിന് മുളകും വിനാഗിരിയും കൂടി ഒഴിച്ച് മിക്സാക്കി ഇന്നലെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതിപ്പം ഈ കൂട്ടിൻ്റെ അകത്തോട്ട് ആ മുളക് പൊടി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിൻ്റെ അകത്തോട്ട് 1 സ്പൂണ് കായപ്പൊടിയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഒന്ന് റെഡിയായിട്ട് വന്നാൽ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചില്ലേ,
കടുകും ഉലുവയെല്ലാം കൂടെ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. ഇത് മിക്സാക്കി ഏതാണ്ട് അതിൻ്റെ ഇപ്പം വെള്ളത്തിൻ്റെ അംശം ഒന്നിലും ഇല്ല. അങ്ങനെ ആകുമ്പോഴത്തേക്ക് നമ്മളുടെ അച്ചാറൊന്ന് കുറച്ച് നാൾ കൂടുതൽ ഇരിക്കത്തുള്ളൂ. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന നെല്ലിക്ക എടുത്തിടുക. ഞാൻ ആ നെല്ലിക്ക ഒന്ന് ആവിയിൽ വേവിച്ചു എന്ന് പറഞ്ഞില്ലേ, അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അത് ആക്കിയാലും ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ടാണ് വിനാഗിരിയും ഉപ്പും മുളകും എല്ലാം കൂടെ ചേർത്ത് അതൊന്ന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാക്കി വെച്ചേ. ഇനി ഇതൊന്ന് ആ പൊടിക്കകത്തൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണ്ട, അതൊന്ന് എല്ലായിടത്തും ഒരുപോലെ ആയാൽ മതി. എന്നിട്ട് ഇതിൻ്റെ അകത്തോട്ട് നോക്കുക പുളി എത്രത്തോളം ഉണ്ടെന്നുള്ളത്. കാരണം ഓൾറെഡി വിനാഗിരി ഒഴിച്ചതാണല്ലോ. പുളി പോരാൻ തോന്നുകയാണെങ്കിൽ നമുക്കിപ്പം ഈ സമയത്ത് പുളി ഒഴിക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്തോട്ട് വിനാഗിരി തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കഷ്ണം വെല്ലം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ വെല്ലം ഒന്ന് ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്കും നമുക്ക് പുളിയുടെ ഒപ്പം ഉപ്പും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ബാലൻസ് ആയിട്ട് വരും. എന്നിട്ടിപ്പം ഞാനൊരു കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. പിന്നെ അതിന് ചാറ് കുറച്ച് കുറവാണെന്ന് തോന്നിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് തിളപ്പിച്ചാറിയ ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ശരിക്കും ഉപ്പ് പുരട്ടി വെച്ച് അതേ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി അങ്ങോട്ട് ഒഴിച്ചതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ചൊരു 5 മിനിറ്റോളം അതിരുന്ന് ഒന്ന് തിളച്ചോട്ടെ. എന്നിട്ട് തിളച്ച് അതൊന്ന് റെഡി ആയാൽ നമ്മുടെ അച്ചാർ റെഡിയായി. ഇതിനിപ്പം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് നാളത് ഒരു കേടും കൂടെ തരുന്നുള്ളൂ. കാരണം അതിൻ്റെ അകത്ത് നമ്മൾ വെള്ളത്തിൻ്റെ അംശം എന്ന് പറയുന്നത് ഒന്നും ഇല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതാണ് ഇപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പിന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നമ്മളുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇത്രയും കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇതൊരു ഷവർമ്മ വാങ്ങിയത്. അതിൻ്റെ വലിപ്പം കണ്ടോ, വലിയ ഷവർമ്മ. ഇത് നമ്മുടെ ബക്കർ മൊയ്ബി ആ സൈഡ് പോയപ്പം അവിടെ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞങ്ങൾ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയായിരുന്നു. പുറത്തോട്ട് ഇറങ്ങി ഭയങ്കര ചൂടാണ്. അന്നേരം എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നപ്പം ചായയും ഒരു സമൂസയൊക്കെ പറഞ്ഞ് അതവിടെ കഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടല്ലോ, അതായത് ഞാനും കൊച്ചും ഇരിക്കുന്നതിനെ ഫേസ് ചെയ്യുന്ന ആ സൈഡിൽ ഒരു കൊച്ച് സ്കേറ്റിംഗ് ബോർഡിൽ കളിച്ചുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് അവനത് വലിയ പ്രോപ്പറായിട്ട് മര്യാദയ്ക്കൊന്നും കളിക്കാൻ തുടങ്ങിയില്ലായിരുന്നു ഈ കൊച്ച്. അതായത് കളിക്കുമ്പോൾ ഇതുപോലെ വീണൊക്കെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടുന്ന് എഴുന്നേറ്റ് പോകാറായപ്പോഴത്തേക്കും ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് അവന് സ്കേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് എപ്പോഴും പറയില്ലേ, പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് ഇതൊക്കെ കണ്ടോ, അടിപൊളിയായിട്ട് അവൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ തിരിച്ച് നമ്മൾ വന്നപ്പോഴത്തേക്കും ഇച്ചാൻ്റെ ഓഫീസിലെ ഷെഫ് നമുക്ക് മട്ടൻ ബിരിയാണി റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. അതായിരുന്നു ഇന്നത്തെ നമ്മളുടെ ദിവസം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. താങ്ക്